الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ഉൾക്കൊള്ളാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. തൗഹീദുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കിതാബാണ്. അതിലാദ്യം അദ്ദേഹം തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബാബു ഹഖ്ഖില്ലാഹി അലൽ ഇബാദി വ ഹഖ്ഖിൽ ഇബാദി അലല്ലാഹി. അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ഹക്ക്, അള്ളാഹുവിനോടുള്ള ബാധ്യത, തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകുന്ന കാര്യം. ഈ ഒരു ബാബാണ് ആദ്യമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത്. ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്, അതേപോലെ തന്നെ തൗഹീദുമായി വളരെ പ്രധാനപ്പെട്ട ചില ആയാത്തുകളും ഹദീസുകളും ഈ ബാബിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യമായി കൊണ്ടുവരുന്ന ആയത്ത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബി ഈ ആയത്തിനെ വിശദീകരിച്ചത് ഇല്ലാ ലിയുവഹിദൂൻ, ലിയഅ്ബുദൂൻ എന്ന പദത്തിന് തഫ്സീർ നൽകിയത് ഇല്ലാ ലിയുവഹിദൂൻ, അള്ളാഹുവിനെ മാത്രം ഏകനാക്കാനാണ്. ഇവിടെ നാം വളരെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശിർക്ക് എന്നുള്ളത് എന്താണ്, എവിടുന്നാണ് അതിൻ്റെ തുടക്കം? നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയും ശേഷം ഹവ്വായെ സൃഷ്ടിക്കുകയും സ്വർഗത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. പിന്നെ ചില കാരണങ്ങളാൽ ഭൂമിയിലേക്ക് അവരുടെ താമസം മാറ്റി. ഭൂമിയിൽ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഏർപ്പെടുത്തി. പിന്നെ അവിടുന്ന് സന്താനോൽപാദനമുണ്ടായി. ആദമിന്റെ സന്തതികൾ ഭൂമിയിൽ വ്യാപിച്ചു. അവരൊക്കെ മുവഹിദീങ്ങളായിരുന്നു. ആദ്യമായിട്ട് ഈ ഭൂമിയിൽ ശിർക്ക് സംഭവിക്കുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിലാണ്. അപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രവാചകനായിട്ട് അവരിലേക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹിനെ റസൂലായിട്ട് നിയോഗിക്കുന്നത്. ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ 10 തലമുറ കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസ്, 10 തലമുറ കഴിഞ്ഞു. കുല്ലുഹും ഫി തൗഹീദ്, അവരൊക്കെ തൗഹീദിലായിരുന്നു. ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലെ സ്വാലിഹീങ്ങൾ, സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ 5 പേരുകളുണ്ട്. ആ 5 പേരുകൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലുള്ള സാലിഹീങ്ങളായ ആൾക്കാരുടെ പേരുകളായിരുന്നു. ഇബ്നു അബ്ബാസിന്റെ ഹദീസ്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്. ആ 5 ആൾക്കാര് മഹത്തുക്കളായിരുന്നു, ഇബാദത്തുകളിൽ മുഴുകി കഴിയുന്നവരായിരുന്നു. അങ്ങനെ അവർ മരണപ്പെട്ടു.
പിശാച് ആ ജനങ്ങളിലേക്ക് വരികയും അവരുടെ ഓർമ്മക്കായി അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ അവരോട് പറയുകയും ചെയ്തു. അത് അവർ അംഗീകരിച്ചു. അവർ രൂപങ്ങൾ ഉണ്ടാക്കി. ഫലം യുഅ്ബദ്, ആ കാലഘട്ടത്തിലൊന്നും അവർ ആരാധിക്കപ്പെട്ടിരുന്നില്ല. ആ രൂപങ്ങൾക്ക് മുമ്പിൽ, ആ ബിംബങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിക്കപ്പെട്ടിരുന്നില്ല. രൂപങ്ങൾ ആരുടേതായിരുന്നു? ഖുർആനിൽ പറഞ്ഞ 5 ആ മഹത്തുക്കളുടേതായിരുന്നു. അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖൗമിലെ സാലിഹീങ്ങളായ 5 ആൾക്കാരുടെ പേരാണതെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. ആ സമുദായം കഴിഞ്ഞു, അടുത്തൊരു തലമുറ വന്നു. നുസിഖൽ ഇൽമു, ഈ 5 ബിംബങ്ങളുടെ, വിഗ്രഹങ്ങളുടെ, രൂപങ്ങളുടെ ഇൽമ്, അവർ ആരായിരുന്നു, അവർ എങ്ങനെയായിരുന്നു, എന്താണ് അതിന്റെ പിന്നിലുള്ള കഥ എന്നുള്ള ഇൽമ് നുസിഖ, അത് ഉയർത്തപ്പെട്ടു. അതറിയാത്ത, ഈ രൂപങ്ങൾ ഉണ്ടാക്കിയ പിന്നിലുള്ള കഥ അറിയാത്തൊരു സമൂഹം പിന്നീട് വന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു സമൂഹം വന്നു. ആ സമൂഹത്തിൽ അവരെ സംബന്ധിച്ചുള്ള ഇൽമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ബിംബങ്ങൾ ആരാധിക്കപ്പെട്ടു. അവിടുന്നാണ് ശിർക്ക് ആരംഭിക്കുന്നത്. അഥവാ സാലിഹ്യങ്ങളുടെ രൂപങ്ങളിൽ നിന്നാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് വരുന്നത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെ റസൂലായിട്ട് നിയോഗിക്കുന്നത് ആ ജനതയിലേക്ക്. ശിർക്കിന്റെ ആരംഭം സാലിഹ്യങ്ങളുടെ രൂപങ്ങളായിരുന്നു. സാലിഹ്യങ്ങളുടെ അമിതമായ ബഹുമാനവും ആദരവുമായിരുന്നു ശിർക്കിലേക്ക് ഈ ഉമ്മത്തിനെ നയിച്ചത്. അതിന്റെ മുമ്പൊരു മതം ഉണ്ടായിരുന്നില്ല. അതിന്റെ മുമ്പൊരു മതമുണ്ടായിരുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളെ കൊണ്ടുവന്നത് എല്ലാവരും തൗഹീദിലായിരുന്നു. കുല്ലുഹും ഫി തൗഹീദ്, ബുഖാരിയിൽ ധരിക്കുന്ന ഹദീസിന്റെ ഭാഗമാണ്. അവരെല്ലാവരും തൗഹീദിലായിരുന്നു. ഈ ലോകത്ത് വേറൊരു മതം ഉണ്ടായിരുന്നില്ല. അന്ന് ഇസ്ലാം മാത്രമായിരുന്നു. ആ ഇസ്ലാമിൽ നിന്നാണ് പിന്നീട് എന്ത് ചെയ്തത്? ശിർക്കിലേക്ക് പോകുന്നതും. അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ് നൂഹ് നബി അലൈഹിസ്സലാം റസൂലായിട്ട് നിയോഗിക്കപ്പെടുന്നതും. അഥവാ ആദ്യമായിട്ട് ഈ ഭൂമി ലോകത്തേക്ക് റസൂലായി നിയോഗിക്കപ്പെടുന്ന നൂഹ് നബി അലൈഹിസ്സലാം ആരെയാണ് തിരിച്ച് ദഅവത്തിലേക്ക് ക്ഷണിച്ചത്, തൗഹീദിലേക്ക് ക്ഷണിച്ചത്? ആദം നബി അലൈഹിസ്സലാമിന്റെ തലമുറയുള്ള 10ാമത്തെ തലമുറയായ മുസ്ലിങ്ങളെയായിരുന്നു. അവരാണ് ശിർക്കിലേക്ക് എത്തിയത്. എത്താനുള്ള കാരണം സ്വാലിഹീങ്ങളുടെ അമിതമായ സ്നേഹവും ബഹുമാനമായിരുന്നു. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. നൂഹ് നബി അലൈഹിസ്സലാം ക്ഷണിച്ചു. ഖുർആൻ പറഞ്ഞു 980 വർഷം ക്ഷണിച്ചു, ദഅവത്ത് ചെയ്തു. വളരെ കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കൂടിയുള്ളൂ. മറ്റെല്ലാവരും ആ പാരമ്പര്യം പിന്തുടർന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ചേർന്നവർ വളരെ ന്യൂനപക്ഷമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളപ്പൊക്കം ഉണ്ടാക്കി അവരെ കപ്പലിൽ രക്ഷപ്പെടുത്തി. ബാക്കി എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. അന്ന് ഭൂമി ലോകത്തുള്ള ആ സകല സമൂഹവും എന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാമും കപ്പലിൽ കയറിയവരും മാത്രം ബാക്കിയായി. അങ്ങനെ അവർ വീണ്ടും ജീവിതം തുടങ്ങി. അവരെല്ലാവരും ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറിയവർ മുസ്ലിങ്ങളായിരുന്നു, മുവഹിദീങ്ങളായിരുന്നു. പിന്നീട് ഭൂമിയിൽ അവരാണ് ജീവിതം ആരംഭിക്കുന്നത്. ആര്? മുവഹിദീങ്ങൾ. ആദ്യം ആദം നബി അലൈഹിസ്സലാമിന്റെ മുവഹിദീങ്ങളായ മക്കൾ ആരംഭിച്ച അതേപോലെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള പ്രളയത്തിന് ശേഷം, തൂഫാനിന് ശേഷം മുവഹിദീങ്ങൾ ജീവിതം ആരംഭിച്ചു. കാലക്രമേണ അവരിലും ശിർക്ക് കടന്നു വന്നു. അപ്പോഴാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം വരുന്നത്. അന്നൊന്നും വേറെ മതങ്ങൾ ഉണ്ടായിട്ടില്ല. എല്ലാവരും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു. അവരിലേക്കാണ് ഈ ശിർക്ക് കടന്നു വരുന്നത്. അവരിലേക്കാണ് റസൂലുമാർ കടന്നു വരുന്നത്. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് ആരിലേക്കായിരുന്നു? മക്കത്തെ മുശ്രിക്കീങ്ങളിലേക്കായിരുന്നു. അവരുടെ പാരമ്പര്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തായിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ആ ഒരു ദീനിനെ, തജ്ദീദു ദീനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീനിനെ ഒന്നുകൂടി പുതുക്കാനാണ് മുഹമ്മദ് നബി അലൈഹിസ്സലാം വന്നത്. പുതിയ ദീനായിട്ടല്ല വന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വരുന്ന അന്ന്, റസൂലായി നിയോഗിക്കപ്പെടുന്ന അന്ന് മക്കത്തുണ്ടായിരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു മതത്തിൽ പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നു.
നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മുസ്ലിമീങ്ങൾ ഷിർക്കിലേക്ക് പോയതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ തലമുറയായിരുന്നു അത്. കാരണം അവർക്കന്ന് ഹജ്ജ് ഉണ്ടായിരുന്നു, അവർക്കന്ന് നോമ്പുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അവർ ഹജ്ജിന്റെ സമയത്ത് ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ദീർഘമായ ഹദീസ് ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നും പുറപ്പെടുകയും അങ്ങനെ ഹജ്ജ് തിരിച്ചു വരും ചെയ്യുന്ന ദീർഘമായ ഹദീസ്, ഹജ്ജിന്റെ വിശേഷണം പറയുന്ന ഹദീസ്. അതിൽ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹുവിന്റെ റസൂൽ ദുൽഹിജ്ജ 9 അന്ന് അറഫയിലേക്ക് നീങ്ങി. ഖുറൈശികൾ അറഫ ഹറമിന്റെ പുറത്താണ്. ഖുറൈശികൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല, ഒരിക്കലും റസൂൽ എന്തെയില്ല, അറഫയിലേക്ക് വിട്ടുകിടക്കൂല, റസൂൽ ഹറമിന്റെ ആ അതിർത്തിയിൽ നിൽക്കുമെന്ന് ഖുറൈശികൾ ഉറപ്പിച്ചു. കാരണം ജാഹിലിയ കാലത്ത് ഹജ്ജ് ചെയ്യുന്ന സമയത്ത് ഖുറൈശികൾ ഹറമിന്റെ ബോർഡർ കടന്ന് അറഫയിലേക്ക് പ്രവേശിക്കൂല. കാരണം ഹറം വിട്ട് അവർ പോകൂല. ഖുറൈശികളുടെ ശീലായിരുന്നു. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയണം, റസൂലിന്റെ ഹജ്ജ് വിശദീകരിക്കുമ്പോൾ ഖുറൈശികളൊക്കെ വിശ്വസിച്ചു ഒരിക്കലും റസൂൽ അറഫയിലേക്ക് കടക്കൂല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലേക്ക് കടന്നു, ഹറം വിട്ട് അറഫയിലേക്ക് പ്രവേശിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹു അത് പറയാൻ കാരണം, ജാഹിലിയത്തിൽ എന്തുണ്ടായിരുന്നു? ഹജ്ജ് ഉണ്ടായിരുന്നു. ഖുറൈശികൾ അത് ചെയ്തിരുന്നു. പാരമ്പര്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദീൻ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യമായിരുന്നു അത്. അതുപോലെ തന്നെ അവർക്ക് നോമ്പുണ്ടായിരുന്നു, അവർ ഇഅ്തികാഫിരിക്കുമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ജാഹിലിയത്തിൽ ഹറം, അള്ളാഹുവിന്റെ പള്ളിയിൽ ഹറം, മസ്ജിദുൽ ഹറമിൽ ഇഅ്തികാഫിരിക്കാൻ നിയ്യത്ത് ചെയ്തിരുന്നു, ഞാനത് പൂർത്തിയാക്കണോ വേണ്ടേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിനദിരിക്, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കണം. മുസ്ലിമായതിനു ശേഷം ആ നേർച്ച പൂർത്തിയാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ജാഹിലിയത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പാണ് ഉമർ റളിയല്ലാഹു അൻഹു നിയ്യത്ത് ചെയ്തത്, നേർച്ച ചെയ്തത് ഇഅ്തികാഫിരിക്കാൻ. ആ ജാഹിലിയത്തിൽ ഉണ്ടാകുന്ന സമയത്തുള്ള നേർച്ച പൂർത്തീകരിക്കാൻ ഇസ്ലാമിന് ശേഷം റസൂൽ കൽപ്പിച്ചു. അതിന്റെ അർത്ഥം ആ നേർച്ച ആർക്കുള്ളതായിരുന്നു? അള്ളാഹ്ക്കുള്ളതായിരുന്നു. അല്ലാത്ത ഒരാൾക്കാണ് നേർച്ചയെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആ നേർച്ച വീടാൻ കൽപ്പിക്കുമായിരുന്നില്ല. അതിന്റെ അർത്ഥം മക്കത്തെ മുശ്രിക്കുകൾ എന്തുണ്ടായിരുന്നു? അള്ളാഹുവിന് അറിവുണ്ടായിരുന്നു, അവർ പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നു. വളരെ വ്യക്തമാണ്, ഹദീസുകളിൽ നിന്നും ഖുർആന്റെ ആയാത്തുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് അന്ന് നൂഹ് അലൈഹിസ്സലാം ആദമിന്റെ സന്തതികളിൽ എങ്ങനെയാണോ തൗഹീദ് പറയാൻ വേണ്ടി വന്നത്, അതേപോലെയാണ് ഇബ്രാഹിമിന്റെ സന്തതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനായിട്ട് വന്നത്. അന്നൊന്നും വേറെ മതങ്ങളില്ല, വേറെ മതങ്ങൾ ഉണ്ടായിട്ടുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു രീതി കാലങ്ങൾക്കിപ്പുറം പിന്നെയും ഖൗം എന്ത് ചെയ്തു? ഷിർക്കിലേക്ക് എത്തി. അവർക്ക് അള്ളാഹുവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ അവർക്കറിയാം. പുതുതായിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അവരുടെ ആ വാക്ക് ഖുർആൻ എടുത്തു പറയണം. സൂറത്ത് സുമർ, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ, ആരുടെ വിഗ്രഹങ്ങളായിരുന്നു? സ്വാലിഹീങ്ങളുടെ വിഗ്രഹങ്ങൾ. അന്ന് കഅബത്ത് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിഗ്രഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹമായിരുന്നു. അവർ രൂപങ്ങൾ വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല, വെറുതെ ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല അത്. സ്വാലിഹീങ്ങളുടെ മഹത്തുക്കളുടെ രൂപങ്ങളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രൂപമായിരുന്നു ഏറ്റവും വലുത്. അതുപോലെ തന്നെ സഫ മർവ മലകളിൽ 2 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. 2 വലിയ സ്വാലിഹീങ്ങളുടെ വിഗ്രഹങ്ങളാണ്. ഒന്ന് ഹജ്ജിന് ആൾക്കാർ വരുമ്പോൾ ആ ഹാജിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളായിരുന്നു, നല്ല സൽക്കർമ്മം ചെയ്ത എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ആ സമൂഹത്തിൽ നല്ലവരായി അറിയപ്പെട്ട ആൾക്കാരുടെ വിഗ്രഹങ്ങളാണ് അവർ വെച്ച് പൂജിച്ചത്. അല്ലാണ്ട് ഇന്നത്തെ പോലെ രൂപങ്ങൾ കൊണ്ടുണ്ടാക്കി ഇങ്ങനെ സാങ്കല്പിക രൂപങ്ങളായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വിഗ്രഹങ്ങളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്കാണ് ദഅവത്തായിട്ട് വന്നത്, തൗഹീദായിട്ട് വന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനല്ല വന്നത്. അള്ളാഹുവിനെ അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ അള്ളാഹുവിനെ അറിയുമായിരുന്നു.
നമ്മൾ സാധാരണ പറയുന്ന ചരിത്ര സംഭവമുണ്ട്. അബ്രഹത്ത് ആനപ്പട്ടാളവുമായിട്ട് വന്നു കാബ പൊളിക്കാൻ ആനപ്പട്ടാളമായിട്ട് വന്നു. അന്ന് അബ്രഹത്ത് ദുആ ചെയ്തു, കാബക്കൊരു റബ്ബുണ്ട്, ആ റബ്ബ് എന്ത് ചെയ്യും? കാബയെ സംരക്ഷിക്കും. സഹിയായി വന്ന ഹദീസാണ്, എല്ലാവരും പറയാറുണ്ട്. ആ സമയത്ത് അബ്രഹത്തിനെതിരെ ദുആ ചെയ്ത അബൂ താലിബ് ദുആ ചെയ്തത് അള്ളാഹുവിനോട്. അവരും സമ്മതിക്കും, ആ ചരിത്രം പറയുമ്പോൾ അവരത് പറയും, അറിയാതെ പറഞ്ഞു വന്നതാണ്. പിന്നെന്ത് പറയും? ആ അള്ളാഹ് വേറെ അള്ളയാണ്. അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അള്ളാഹുവിന്. ഖുർആൻ പറയാണ്, അവരോട് ചോദിക്കും പ്രവാചകങ്ങൾ, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിക്കുന്നത് ആരാണ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? അവരോട് ചോദിക്കൂ. അവർ പറയും അള്ളാഹു ആണെന്ന് പറയും. അപ്പം ആ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഖുലഫലാ തത്തഖൂൻ. പിന്നെ എന്താ പ്രവാചകർ ചോദിക്കവരോട്, ഇതൊക്കെ സമ്മതിക്കുന്നുണ്ടെങ്കിലും അഫലാ തത്തഖൂൻ, പിന്നെ എന്താ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാത്തത്? അതിന്റെ അർത്ഥം അവർ പറയുന്ന അള്ളാഹു, റസൂൽ പരിചയപ്പെടുന്ന അള്ളാഹു തന്നെയാണ്. അവിടെയാണ് ഖുൽ അഫലാ തത്തഖൂൻ എന്ന് പറഞ്ഞത്. പിന്നെന്താ ആ അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കാത്തത്, നിങ്ങൾ സൂക്ഷിക്കാത്തത്? അവർ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നേർച്ച വഴിപാടുകൾ നടത്തി, ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തു, അവരുടെ ആവശ്യങ്ങൾ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ പറഞ്ഞു, അവർ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹത്തിന്റെ അടുക്കലേക്ക് പോകുന്നത്? ഞങ്ങൾ എന്തിനാണ് ഈ കാബയ്ക്ക് ചുറ്റുമുള്ള ബിംബങ്ങൾ അടുക്കലേക്ക് പോകുന്നത്? അഥവാ ആ മഹാന്മാരുടെ സാലിഹ്യങ്ങളുടെ രൂപങ്ങളുടെ അടുക്കലേക്ക് എന്തിനാണ് നാം പോകുന്നത്? മാന അബുദുഹും. അവർ പറഞ്ഞ മറുപടിയാണ് സൂറത്ത് സുമർ. മാന അബുദുഹും, ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇബാദത്തുകൾ ചെയ്യുന്നില്ല, നേർച്ച വഴിപാടുകൾ ചെയ്യുന്നില്ല, സുജൂദ് ചെയ്യുന്നില്ല, അവരോട് ദുആ ചെയ്യുന്നില്ല, ഇസ്തിഗാസ ചെയ്യുന്നില്ല. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവർ നേരിട്ട് തരുമെന്നല്ല പ്രതീക്ഷ, മറിച്ച് അള്ളാഹുവിലേക്ക് ഇവർ നമ്മളെ അടുപ്പിക്കാനല്ലാതെ നാം ഇബാദത്ത് ചെയ്യുന്നില്ല. അവ മക്കത്തെ മുശ്രിക്കുകൾ അന്ന് കണ്ടത് എന്താണ്? ഈ സ്വാലിഹീങ്ങളുടെ രൂപങ്ങളും ബിംബങ്ങളും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ലാത്ത, ഉസ്സ, ഇവരുടെയൊക്കെ ഈ വിഗ്രഹങ്ങൾ അവരെന്ത് ചെയ്യും? ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, പടിപടിയായിട്ട് നമ്മളെ അവർ അള്ളാഹുലേക്ക് അടുപ്പിക്കും. അതായിരുന്നു അവരുടെ വിശ്വാസം. ഖുർആൻ പറഞ്ഞ വാക്കാണ്. അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതാണ്. അതിനേക്കാൾ വലിയ ഉറപ്പ് നമുക്ക് വേറെ കിട്ടാനില്ലല്ലോ. മക്കത്തെ മുശ്രിക്കിന്റെ വർത്തമാനം, അവരുടെ വിശ്വാസം എന്തായിരുന്നു എന്ന് ഖുർആൻ നമ്മളോട് പറയാണ്. ഇതിനേക്കാൾ വലിയ തെളിവ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഖുർആനാണ് സംസാരിക്കുന്നത് അവരെ സംബന്ധിച്ച്. അവർ പറയുന്ന വാക്കാണ് ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. അതിന്റെ അർത്ഥം അള്ളാഹുവിന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്നാണ്. ഇങ്ങനെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വന്നത്. സഹോദരൻ, ഇതൊന്ന് ചിന്തിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നതും ഇതന്നെയാണ്. അന്ന് വിഗ്രഹങ്ങളുടെ രൂപത്തിലാണെങ്കിൽ ഇന്ന് ജാറങ്ങളുടെ രൂപത്തിലാണ്. അവിടെയും സാലിഹ്യങ്ങളിലൂടെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വന്നത്. ഇവിടെയും അമിതമായ സാലിഹ്യങ്ങളുടെ അമിതമായ വിശ്വാസവും അമിതമായ ഉലുവുമാണ് ശിർക്കിലേക്ക് എത്തിക്കുന്നത്. അവർ പറയും, അള്ളാഹു അവരെ കൊണ്ട് പറയിപ്പിച്ചു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. പറഞ്ഞില്ലേ, അവിടെ നേതാവ് പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ നേതാവ്, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, എല്ലാം അവർ റെഡിയാക്കി തന്നു. ബദരീങ്ങളോട് ഇസ്തിഗാസ ചെയ്തു. അതാ അള്ളാഹുവിന് അവർക്ക് ബോധ്യം. മക്കത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനെ ബോധ്യമുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നു, ദുആ ചെയ്യുന്നു. അതേപോലെ നമ്മുടെ നാട്ടിലെ സമൂഹം, അവർക്ക് അള്ളാഹിനെ നല്ല ബോധ്യമുണ്ട്, പക്ഷെ അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ഫലാ തജഅലൂ ലില്ലാഹി, അല്ല, നിങ്ങൾ അള്ളാഹുവിന് വഖാർ കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ നൂഹ് നബി അലൈഹിസ്സലാം. അത് അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിഞ്ഞിട്ടില്ല. മക്കത്തെ മുസ്ലിങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയും അങ്ങനെ തന്നെയായിരുന്നു. അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അള്ളാഹു ആണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അറിയാം. പക്ഷെ അതിനേക്കാൾ കടുത്ത വാക്ക് പറഞ്ഞു. മക്കത്തെ മുശ്രിക്കുകൾ ഒരിക്കലും ഈ ആകാശഭൂമി ആരാണ് നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അള്ളാഹു അല്ലാത്ത വേറൊരു പേരവർ പറഞ്ഞിട്ടില്ല. ഖുർആനാണ് പറയുന്നത്. വമൻ യുദബ്ബിറുൽ അംർ, ആ യുദബ്ബിറുൽ അംർ, ഇന്ന് മുദബ്ബിറുൽ ആലം അല്ലേ. ദബ്ബറ യുദബ്ബിറു എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക.
മുദബ്ബിർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ. അന്ന് മക്കത്തെ മുശ്രിക്കോട് ചോദിച്ചതാണ്, ഒമൻ യുദബ്ബിറുൽ അംർ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹു ആണെന്ന്. ഇന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് ചോദിച്ചാലോ മുദബ്ബിറുൽ ആലം, മരിച്ചുപോയ CM ആണെന്ന് പറയും. അത്രയും അധപ്പതിച്ചു, അവരെക്കാൾ അധപ്പതിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ അത് അപകടത്തിൽപ്പെട്ട് കാറ്റടിച്ചു തിരമാല അടിച്ചാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വളരെ നിഷ്കളങ്കമായിട്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ആ സമയത്ത് നമ്മുടെ സമൂഹം തന്നെയാണ്, എല്ലാം കൈവിട്ട് എല്ലാം പോയി അങ്ങ് അവസാന സ്റ്റേജിലാണ് എന്ത് ചെയ്യുക? അള്ളാന്ന് വിളിക്കുക. അതിന്റെ മുമ്പ് വിളിക്കേണ്ട പേരുകളൊക്കെ വിളിക്കും. ഒന്നും രക്ഷയില്ല എന്ന് കണ്ട അവസാനത്തെ സ്റ്റേജ് എത്തിയാൽ എന്ത് ചെയ്യും? അള്ളാന്ന് വിളിക്കുക. അന്ന് മറ്റാള് നേതാവ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അള്ളാന്ന് വിളിച്ചില്ലേ? അതിന്റെ മുമ്പോ അതേ ആള് ബദരീങ്ങളെ വിളിച്ചിട്ടുണ്ട്, മറ്റെല്ലാ ജാറങ്ങളുടെ പേരും വിളിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അതേ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്തു? നേതാവ് ഹോസ്പിറ്റലായി അവസാനത്തെ അവസ്ഥയിലെത്തിയപ്പോ അള്ളാഹിനെ വിളിപ്പിച്ചു. അള്ളാഹ് മക്കത്തെ മുശ്രിക്കീങ്ങളെ അള്ളാഹു അള്ളാഹു എന്ന് വിളിപ്പിച്ചതുപോലെ, അതായത് അതേപോലെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുക. ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ശിർക്ക് എവിടുന്നാണ് വന്നത്, ഏത് രീതിയിലാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വന്നതെന്ന് മനസ്സിലാക്കണം. എന്നാലേ ആ ഗൗരവം തിരിയുള്ളൂ. അതിന്റെ ഒരു സദൃശ്യത ഒരേപോലെ ഉള്ളതുണ്ടല്ലോ, അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഉമ്മത്തിലേക്ക് എങ്ങനെയാണ് ശിർക്ക് വന്നത് എന്നറിയണം. പാരമ്പര്യ മുസ്ലിങ്ങളിലേക്കായിരുന്നു ശിർക്ക് കടന്നു വന്നത്. അതേ പാരമ്പര്യ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത്. എങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഒരേപോലെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാനുണ്ട്, വളരെ സൂക്ഷിക്കാനുണ്ട്. നമ്മുടെ ഉമ്മത്ത് അത്രയും മതപതനത്തിലേക്ക് പോയിട്ടുണ്ട്, അത്രയും ജഹാലത്തിലേക്ക് പോയിട്ടുണ്ട്. അറിവില്ലായ്മ, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയില്ല, ദീൻ അറിയില്ല. നേതാക്കന്മാരും മൂലാക്കന്മാർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതങ്ങ് ദീനായിട്ട് അംഗീകരിക്കാൻ മാത്രം ജഹല്, അറിവില്ലായ്മ അവരെ മൂടിയിട്ടുണ്ട്. ഖുർആൻ അറിയുന്ന ഒരാൾ അങ്ങനെ വിശ്വസിക്കൂല. ഖുർആൻ അറിയുന്ന, ഹദീസ് അറിയുന്ന ഒരാൾക്ക് അങ്ങനെ പറയുമ്പോ ഇതല്ല റസൂല് പഠിപ്പിച്ച ദീനെന്ന് തിരിച്ചു ചോദിക്കാൻ ഒരാൾക്കും അറിവില്ല. അറിവില്ലാത്തൊരു സമൂഹമായിട്ട് ഇങ്ങനെ വളരാണ്. ദീനിൽ പഠിക്കൂല, മനസ്സിലാക്കൂല, അറിവില്ല, വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ ഉമ്മത്ത് ഇപ്പൊ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം ആ ശിർക്കാണ് നമുക്ക് ബോധ്യപ്പെടും. വളരെ അപകടത്തിലാണ്. കാരണം ഒരാളെ ചോദിക്കാൻ, ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? ഇന്നത്തെ ഇവരുടെ മറുപടി എന്താ? CM നിയന്ത്രിക്കും. മഴ പെയ്യിപ്പിക്കുന്നത് ആര്? CM. മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ആര്? CM. അന്ന് മക്കത്തെ മുശ്രിക്കിനോട് ചോദിച്ചാൽ അവർ എന്ത് പറയും? അവർ അള്ളാഹു എന്ന് പറയും. വേറെ ആര് പേര് അവർ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഖുർആനാണ്. ഖുർആനും സഹീഹായ ഹദീസും മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഖുർആന്റെ അർത്ഥങ്ങളാണ്. അതുപോലെ തന്നെ സഹീഹായ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരുടെ നമ്മളെ ഈ പണ്ഡിതന്മാരുടെ വാക്കുകൾ പറഞ്ഞിട്ടില്ല, ഇമാമികളുടെ വാക്ക് പറഞ്ഞിട്ടില്ല. ഖുർആനും ഹദീസും വളരെ വ്യക്തമാണ്. അപ്പൊ ആ ഒരു ശിർക്ക് കടന്നു വന്നത് ബോധ്യപ്പെട്ടാൽ, അത് മനസ്സിലാക്കിയാൽ ഈ ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കാര്യങ്ങളാണ് ഈ കിതാബിൽ പറയുന്നത്. ആദ്യം തുടങ്ങുന്നത് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട ചില ആയാത്തുകളാണ്. ഒന്നാമത്തേത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്, തൗഹീദിന് വേണ്ടിയിട്ടാണ് ജിന്ന് ഇൻസ് വർഗം സൃഷ്ടിക്കപ്പെട്ടത്. അവരുടെ ലക്ഷ്യം അതാണ്. അത് തെറ്റിയാ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണോ ഈ സമൂഹം സൃഷ്ടിക്കപ്പെട്ടത്, മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത്, ആ ലക്ഷ്യം തെറ്റിയാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. പിന്നെ അവൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എല്ലാം ബാത്തിലാണ്. അവന്റെ ലക്ഷ്യം പഴിച്ചു, ലക്ഷ്യം തെറ്റിപ്പോയി. അപ്പൊ ഏറ്റവും ആദ്യം നാം ശരിയാക്കേണ്ടത് നമ്മുടെ തൗഹീദാണ്. ആ തൗഹീദ് തെറ്റിയാൽ, തൗഹീദിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ അതിനുശേഷമുള്ള സകല അമലുകളും പൊളിഞ്ഞുപോയി, ഒന്നും ഉപകാരപ്പെടൂല. അതുകൊണ്ട് നമ്മുടെ അഖീദ, നമ്മുടെ തൗഹീദ് വളരെ ഗൗരവത്തിൽ നാം പഠിക്കണം. അത് നാം പുലർത്തുകയും വേണം. നമ്മുടെ ജീവിതത്തിൽ വളരെ കണിശമായിരിക്കണം. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ പാടില്ല. അഖീദയുടെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ പാടില്ല. അത് എത്ര അടുത്ത കുടുംബാണെങ്കിലും, സമൂഹത്തിൽ എത്ര മാന്യനാണെങ്കിലും നമുക്ക് തൗഹീദ് മുറുകെ പിടിക്കണം, എന്നാലേ രക്ഷയുള്ളൂ. കാരണം ആ തൗഹീദിൽ എന്തെങ്കിലും ചെറിയ പോരായ്മകളുണ്ട്, മറുഭാഗത്ത് മറ്റേതൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അതൊന്നും അള്ളാഹിന്റെ അടുക്കൽ വില പോകൂല. അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകാൻ വേണ്ടിയിട്ടാണ്.
അല്ലാഹു പറയുന്ന അടുത്ത ആയത്ത്, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് 2 റുക്നുകളുണ്ട്. നമ്മൾ നിസ്കാരത്തിന്റെ റുക്ന് പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന്റെ റുക്ന് ഫർളുകൾ 14 എണ്ണം. അതിൽ ഏതെങ്കിലും ഒരു ഫർള് നഷ്ടപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാണ്. നമുക്കതിന്റെ ഗൗരവമുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ ഒരാൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു സുജൂദ് ചെയ്തിട്ടില്ല, ഒരു നിസ്കാരത്തിന്റെ ഹുക്ം എന്താ? ബാത്തിലല്ലേ? നിസ്കാരം ബാത്തിലാണ്. നമ്മൾ എന്ത് ചെയ്യും? ഓരോട് മാറ്റിസ്കരിക്കാൻ പറയും. നമ്മളാണോ കരുതിക്കൂട്ടി സുജൂദ് ഒഴിവാക്കിയത്? നമ്മൾ എന്ത് ചെയ്യും? മാറ്റിസ്കരിക്കും. കാരണം നമുക്കത് ചെറുപ്പത്തിലേ പഠിച്ചതിന്റെ ബോധ്യം അത് മനസ്സിലൊരു ഗൗരവത്തിലുണ്ട്. ഒരാൾ റുക്കു ചെയ്തില്ല അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയില്ല നിസ്കാരത്തില്, ഓരോ നിസ്കാരം ബാത്തിലാണ്. നമുക്കും ബോധ്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാറ്റിസ്കരിക്കും. അതുപോലെ നിസ്കാരത്തിന്റെ ആ ഫർദുകൾ പോലെ, നിസ്കാരത്തിന്റെ റുക്നുകൾ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് 2 റുക്നുകളുണ്ട്. ഒന്ന് അൽ ഇസ്ബാത്ത്, 2 വൻ നഫി. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, ആദ്യം നഫി, നിഷേധിക്കുക. അഥവാ ലാ ഇലാഹ, ഇലാഹായിട്ട് ആരുമില്ല, ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഒരാളുമില്ല, എല്ലാത്തിനെയും നിഷേധിക്കുക, ഒരു ഇലാഹും ഇല്ല. അതാണ് നഫി, നിഷേധം. മനസ്സിൽ നിന്ന് എല്ലാ ആശ്രയങ്ങളെയും മാറ്റി വെക്കുക, എല്ലാ ആശ്രയങ്ങളെയും മാറ്റാം. ഒരു ഇലാഹും ഇല്ല, ആരാധിക്കപ്പെടാൻ ഈ ഭൂമി ലോകത്ത് ഒരു സാധനമില്ല. മനുഷ്യനാണെങ്കിലും വസ്തുവാണെങ്കിലും എന്താണെങ്കിലും അള്ളാന്റെ ഒരു സൃഷ്ടിയും ആരാധിക്കപ്പെടാൻ ഇലാഹായിട്ട് അർഹനായിട്ട് ആരുമില്ല. അതാണ് നിഷേധം, എല്ലാത്തിനും നിഷേധിക്കുക. രണ്ടാമത്തെ സ്ഥിരീകരണമാണ് ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പൊ എല്ലാത്തിനെയും നിഷേധിക്കുക, അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. ഈ 2 റുക്ന്. ഇത് ഒന്ന് നഷ്ടപ്പെട്ടാൽ ഓന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലായി, ഓന്റെ ഷഹാദത്ത് ബാത്തിലായി. പിന്നെ ഓൻ ഏതുപോലെ മുസ്ലിം ആകണം? നമ്മൾ മാറ്റിസ്കരിക്കുമല്ലോ രണ്ടാമത്, അതേപോലെ ഷഹാദത്ത് പറഞ്ഞ മുസ്ലിമാണ്. ഓന്റെ ഷഹാദത്ത് ബാത്തിലാണ്. കാരണം നിസ്കാരത്തിന്റെ ഗൗരവം നമുക്ക് തിരിയുന്നുണ്ട്. കാരണം എന്താ? ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ റുക്ന് പഠിച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതാരോ മൂടി വെച്ചു ആ ഇൽമ്. അതിന്റെ അറിവ് ആരോ മറക്കപ്പെട്ടു, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്. അത് ഇല്ലാതായി, ആ ഇൽമില്ലാതായി. ഒന്ന് നഫി, 2 ഇസ്ബാത്ത്, സ്ഥിരപ്പെടുത്തുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറയുന്നത്, വലഖദ് ബഅത്നാ, നാം നിയോഗിച്ചു, ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലേക്കും നാം നിയോഗിച്ചു, റസൂലൻ, പ്രവാചകന്മാരെ, നബിമാരെ, മുർസലീങ്ങളെ നാം നിയോഗിച്ചു. എന്തിന്? അനി അബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം അവർ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ. അതാണ് സ്ഥിരീകരണം, ഇസ്ബാത്താണ്. വജ്തനിബു അത്താഗൂത്ത്, താഗൂത്തിനൊക്കെ നിഷേധിക്കാൻ. ഇപ്പൊ ഈ 2ഉം വേണം. ഒരാൾ അള്ളാഹിനെ അങ്ങേയറ്റം അംഗീകരിക്കുന്നുണ്ട്, എല്ലാ ഇബാദത്തും അള്ളാഹ്ക്ക് ചെയ്യുന്നുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ദുആം അള്ളാഹിനോട് ചെയ്യുന്നുണ്ട്. വജ്തനിബു താഗൂത്ത്, താഗൂത്തിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കണം. അത് അവന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ രണ്ടാമത്തെ റുക്നില്ല, നഷ്ടപ്പെട്ടു. താഗൂത്തിന്റെ അർത്ഥം കുല്ലു മാ ഉബിദ മിൻ ദൂനില്ലാഹ് വഹുവ റാദിൻ അലൈഹി. അല്ലാഹു അല്ലാതെ ആരൊക്കെയാണോ ആരാധിക്കപ്പെടുന്നത്, ഇബാദത്ത് ചെയ്യപ്പെടുന്നത്, അവരെല്ലാം താഗൂത്താണ്. മനസ്സിലായോ? താഗൂത്ത് മനസ്സിലായോ? അള്ളാഹുവിന് പുറമെ ആരൊക്കെയാണോ ഇബാദത്ത് ചെയ്യപ്പെടുന്നത്, ആരൊക്കെയാണോ ആരാധിക്കപ്പെടുന്നത്, അതൊക്കെ താഗൂത്താണ്. അപ്പം താഗൂത്തിനെ നിഷേധിക്കുക, അള്ളാഹുവിനെ അംഗീകരിക്കുക. ഈ 2 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ വേണം. എന്നാലേ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവും, അവന്റെ ഷഹാദത്ത് പൂർണ്ണാവും. അല്ലെങ്കിൽ അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. ഇപ്പൊ നമ്മളെല്ലാം അള്ളാഹുവിനെ നല്ലോണം അംഗീകരിക്കുന്നുണ്ട്, അതിന്റെ കൂടെ താഗൂത്തിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, അല്ല, താഗൂത്തിനെ നിഷേധിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. അള്ളാഹുവിനെ ഇലാഹായിട്ട് അംഗീകരിക്കുന്നുണ്ട്, അള്ളാഹുവാണ് ഏകനായ ഇലാഹ് അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണേ. അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ട്, നമ്മളൊന്നും അള്ളാഹിനെ നിഷേധിക്കുന്നില്ലല്ലോ. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അള്ളാഹുവാണ് രാത്രിയും പകൽ ഉണ്ടാക്കുന്നത്, ഭൂമി നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. എല്ലാം അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, എന്റെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, എന്റെ എല്ലാ ഇബാദത്തും ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ എപ്പെങ്കിലും എന്ത് ചെയ്യും? പോയിട്ട് കബറിന്റെ അടുത്ത് ആ ബദരീങ്ങളെ കാക്കണേ എന്ന് പറയും. വജ്തനിബു താഗൂത്ത് ഉണ്ടായില്ല. ഓന്റെ ഷഹാദത്തിന്റെ ഒരു റുക്നില്ല.
നിസ്കാരത്തിൽ നമ്മൾ ഒരു ഫർദ് ഒഴിവാക്കുന്നത് പോലെ ഓന്റെ ഷഹാദത്തിന്റെ ഫർദുകളിൽ ഒന്നും ഒഴിവാക്കി, ഓന്റെ ഷഹാദത്ത് ബാത്തിലാണ്. വളരെ ഗൗരവത്തിന് മനസ്സിലാക്കേണ്ട സംഭവങ്ങളാണ്. നമ്മൾ ചിലപ്പൊക്കെ സംശയിച്ചോ, ഇവരും നമ്മളെപ്പോലെ തന്നെ അള്ളാഹനെ അംഗീകരിക്കുന്നുണ്ടല്ലോ, ആരും അള്ളാഹനെ നിഷേധിക്കുന്നില്ല, എന്താ ആരും അള്ളാഹനെ നിഷേധിക്കുന്നില്ല, അള്ളാഹനെ അംഗീകരിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണ്, അള്ളാഹു കൊണ്ട് നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹു കൊണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സദക്ക ചെയ്യുന്നുണ്ട്, അള്ളാഹു കൊണ്ട് സുജൂദ് ചെയ്യുന്നുണ്ട്, അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്, അപ്പൊ അവരും മുസ്ലിങ്ങളല്ലേ എന്ന് പറയും? അല്ല. വജ്തനിബു താഗൂത്ത്, അതും അവന്റെ ജീവിതത്തിൽ വേണം. മറ്റതിനൊക്കെ പാടെ നിഷേധിക്കണം. അതിന്റെ കൂടെ ഒരു ബദരീങ്ങളെ വിളി അല്ലെങ്കിൽ ഒരു മമ്പറത്ത് തങ്ങളെ എന്നുള്ള ഒരു വിളി, അത് വജ്തനിബു താഗൂത്ത് അവിടെ സംഭവിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്തതിനെ നിഷേധിച്ചിട്ടില്ല. അഥവാ രണ്ട് റുക്കിനുകളിൽ ഒന്ന് ഇല്ലാതായി അവന്റെ ജീവിതത്തിൽ, അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇതേപോലെ സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അടുത്ത ആയത്ത് അദ്ദേഹം പറയാണ്, വഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്ക്, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് തീരുമാനിച്ചു. അള്ളാഹു മുമ്പേ ഖളാ ആക്കിയതാണ്, തീരുമാനിച്ചു വെച്ചതാണ്. ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനല്ലാതെ അർഹമായ നിലയിൽ ഭൂമി ലോകത്ത് വേറൊരാൾ ആരാധിക്കപ്പെടാൻ പാടില്ല. അർഹമായ നിലയിൽ അവനല്ലാതെ ഭൂമി ലോകത്ത് വേറൊരാൾക്ക് ഇബാദത്ത് ചെയ്യപ്പെടാൻ പാടില്ല. അത് അന്ന് തീരുമാനിച്ചതാണ്. തൗഹീദ് എന്നുള്ളത് അള്ളാഹു അന്ന് തീരുമാനിച്ചതാണ്. അതിന്റെ കൂടെ അള്ളാഹു തീരുമാനിച്ച വേറൊരു കാര്യമുണ്ട്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി പെരുമാറണം. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുക എന്നർത്ഥം. ഏത് രീതിയിലാണെങ്കിലും അതിന് ഗൗരവം തിരിച്ചറിയണം നമ്മൾ. അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കുക തന്നെ വേണം. തൗഹീദിന്റെ കൂടെ അള്ളാഹു പറഞ്ഞത്, അന്ന് ഭൂമി ആകാശങ്ങളെ സൃഷ്ടിക്കുന്ന അന്ന് അള്ളാഹു തീരുമാനിച്ചത്, വബിൽ വാലിദൈനി ഇഹ്സാന, അടിമകൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം. ഒരു മുവഹിദ് അവന്റെ ജീവിതത്തിൽ തൗഹീദും ഇബാദത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കളുള്ള ബന്ധമാണ്. ചെറിയ ന്യൂനത മതി, ചെറിയൊരു പ്രശ്നം മതി, വലിയ അപകടങ്ങൾ അതിന്റെ പിറകിലുണ്ടാവും. അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ. മുശ്രിക്കൻ, അവർ മുശ്രിക്കാണെങ്കിലും അവർ കാഫിറാണെങ്കിലും ശബ്ദമുയർത്തി അവരുടെ മുമ്പിൽ സംസാരിക്കാൻ പാടില്ല. ഖുർആൻ അല്ലാഹു പറഞ്ഞു, ഫലാ തുതിഉഹുമ, അവർ നിന്നോട് ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചു, അപ്പൊ നീ എന്ത് ചെയ്യണം? ഫലാ തുതിഉഹുമ, ആ വിഷയത്തിൽ നീ ആ രണ്ടാൾക്കാരെയും അനുസരിക്കരുത്. അത് മാത്രമല്ല പറഞ്ഞുള്ളൂ. ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നീ അനുസരിക്കാൻ പാടില്ല, ശബ്ദമുയർത്താൻ പാടില്ല, ദേഷ്യത്തോടെ ആ മുഖത്തേക്കൊന്നും നോക്കാൻ പോലും പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഫ് അറബി ഭാഷയിൽ ഏറ്റവും ചെറിയ വാക്കാണ് ഉഫ്, അതിനേക്കാൾ താഴെ വാക്കില്ല. അപ്പം ഏറ്റവും ചെറിയ വാക്കാണ് അല്ലാഹു പറഞ്ഞത്, ബാക്കിയൊക്കെ അതിന്റെ മുകളിലേക്കാണ് വരിക. അപ്പൊ മാതാപിതാക്കളുടെ ബന്ധം മുഅ്മിനീങ്ങള് മുവഹിദീങ്ങളെ നന്നാക്കുന്ന വേണം. അതിൽ പിഴവുണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പരീക്ഷിക്കും. വളരെ കഠിനമായ രീതിയിൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ജീവിതത്തിൽ. അള്ളാന്റെ വാക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. അപ്പൊ ആ ഒരു ബന്ധം നന്നാക്കണം. ഒരിക്കലും അതിൽ ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. മറ്റാരെന്തായാലും മാതാപിതാക്കള് ഒന്ന് നമ്മുടെ ഉമ്മയാണ്, രണ്ട് നമ്മുടെ ഉപ്പയാണ്. അവർ ആ രീതിയിൽ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക. അവർ നമ്മോട് എത്ര പരുഷമായ രീതിയിലാണ് തിരിച്ചിങ്ങോട്ട് പെരുമാറുന്നതെങ്കിലും, നമുക്ക് എത്ര പ്രയാസത്തിലാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നതെങ്കിലും, നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും, അവർ നിന്റെ മാതാപിതാക്കൾ എന്നുള്ള ബോധം നമുക്ക് വേണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ആകാശങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് തൗഹീദ് നിശ്ചയിച്ചു. അതിന്റെ കൂടെയുള്ള പറഞ്ഞ വാക്ക് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാം. നമ്മുടെ ജീവിതത്തിൽ അത് സൂക്ഷിക്കുക. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക, എത്രയും പെട്ടെന്ന് പരിഹരിക്കുക. കാരണം ആ സമയത്താണ് മരണം വന്നതെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. സൂക്ഷിക്കുക. ബന്ധങ്ങൾ നന്നാക്കുക. മാതാപിതാക്കളുടെ ബന്ധങ്ങൾ നോട്ടത്തിലൂടെയോ സംസാരത്തിലൂടെയോ അവരുടെ മനസ്സിനൊന്ന് വേദനിപ്പിക്കാൻ പോലും പാടില്ല. ക്ഷമിക്കുക, സഹിക്കുക. കാരണം
നിന്റെ മാതാപിതാക്കളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാരതാണ്. ഒരാളുടെ സമ്പത്ത് നമുക്ക് ചോദിക്കാതെ എടുക്കാം. ഇപ്പൊ ഫിഖിഹിൽ മസലയുണ്ട്. ഇപ്പം എനിക്ക് മറ്റൊരാളുടെ സമ്പത്ത് എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഓന്റെ അനുവാദമില്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഉപ്പാക്ക് എന്ത് ചെയ്യാ? മോന്റെ സമ്പത്ത് ഓന്റെ അനുവാദം ഇല്ലാതെ കച്ചവടം ചെയ്യാം. ഫിഖിഹിലെ മസലയാണ്. കാരണം ഈ ഹദീസാണ്, അന്ത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാരതാണ്. അതാ ആ ബഹുമാനം, ആ സ്ഥാനം പറയാനുള്ളതാണ്, അല്ലാണ്ട് അവകാശം പറയാനുള്ളതല്ല അത് ഹദീസ്. അതുകൊണ്ട് അത്രയും ഗൗരവത്തിൽ എന്ത് ചെയ്യുക? മാതാപിതാക്കളുമായുള്ള ബന്ധം മുവഹിദീങ്ങൾ കാത്തു സൂക്ഷിക്കുക. അടുത്ത ആയത്ത് വഖൗലുഹു തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിന്റെ കൂടെ ഒന്നിനെയും പങ്കു ചേർക്കരുത്. ശിർക്ക് എന്ന പദത്തിന്റെ അർത്ഥം പങ്കു ചേർക്കുക എന്നാണ്. പങ്കു ചേർക്കുക. പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന്റെ കൂടെ. അള്ളാഹ് തീരെ ഇല്ല, ഇവർ മാത്രല്ല, അതിന് ശിർക്ക് എന്ന് പറയില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടുണ്ടാകുമ്പോഴേ ശിർക്ക് എന്ന് പറയുള്ളൂ. അപ്പൊ അള്ളാഹിന്റെ കൂടെ, അള്ളാഹിനെ മനസ്സിലാക്കി അള്ളാഹ്ക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ അതും ചെയ്യരുത് എന്നാണ്. അപ്പൊ നമ്മളൊക്കെ മുസ്ലിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഓർമ്മ ആരാ? നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളല്ലേ, അവർക്ക് അള്ളാഹിനെ അറിയാനില്ല. അങ്ങനെ ബോധ്യമുണ്ടെന്നെങ്കിലും അവർ അള്ളാഹിനക്ക് ഇബാദത്ത് ചെയ്യുന്നേ ഇല്ല. ഈ ഷിർക്ക് എന്ന് പറയുമ്പോൾ എവിടെയാ സംഭവിക്കുക? ഷിർക്ക് അള്ളാഹിനെ അറിഞ്ഞു, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തു, അതിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർക്കുമ്പോഴാണ് അത് ഷിർക്കാകുന്നത്. അതാണ് വഅബ്ദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിൽ ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. അടുത്ത ആയത്ത് ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാൻ പറഞ്ഞ വാക്കാണ്. അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഒന്നാമത്തേത് ഷിർക്കാണ്. ഏറ്റവും വലിയ ദുൽമാണ് ഷിർക്ക്. അതുപോലെ തന്നെ ഈ ആയത്ത് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം പിന്നെ പറയാണ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരിക്കുന്ന ഹദീസാണ്, വളരെ പ്രധാനപ്പെട്ട ഹദീസ്. നമ്മുടെ കിതാബിലെ ഹെഡിങ്ങുമായിട്ട് ബന്ധമുള്ള ഹദീസ്. അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, സഹാബി 18-ാമത്തെ വയസ്സിലാണ് മുസ്ലിം ആകുന്നത്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു 18-ാമത്തെ വയസ്സിൽ മുസ്ലിമായി. അൻസാരിയായ സഹാബിയാണ്, മദീനക്കാരനാണ്. 2 അഖബ ഉടമ്പടിയിലും പങ്കെടുത്ത സഹാബിയാണ്. അഖബ ഉടമ്പടി അറിയാലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നതിന്റെ മുമ്പ് അഖബയിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മദീനക്കാരുമായിട്ട് സന്ധി നടത്തിയിട്ടുണ്ട്. ഞാൻ വന്നാൽ എന്നെ പൂർണ്ണമായിട്ടും മദീനക്കുള്ളിൽ സംരക്ഷിക്കണമെന്ന ഒരു ഉടമ്പടി ഉണ്ടല്ലോ, അതിനാണ് അഖബ ഉടമ്പടി എന്ന് പറയുന്നത്. ആ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത പ്രധാനിയായ ഒരു സഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ കൈകളിലൂടെയാണ് മുസ്ലിം ആകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നു. അതിനുശേഷം അൻസാറുകൾക്കിടയിലും മുഹാജിറുകൾക്കിടയിലും സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഒരു അൻസാരിയും ഒരു മുഹാജിറും സഹോദരന്മാരായി നിശ്ചയിച്ചു. അതില് സഹാബാക്കളിൽ പണ്ഡിതൻ എന്നറിയപ്പെടുന്ന, ഫഖീഹ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മക്കക്കാരനാണ്, മുഹാജിറാണ്. അദ്ദേഹമാണ് അൻസാരിയ മുആദ് ബിൻ ജബലിന് സഹോദരനായിട്ട് ലഭിച്ചത്. ഒരു പണ്ഡിതനാണ് ലഭിക്കുന്നത് സഹോദരനായിട്ട്, ഇൽമുള്ള സഹാബിയാണ്. റസൂലിന്റെ കാലത്ത് തന്നെ ഫത്വ കൊടുക്കാൻ അനുവാദം നൽകപ്പെട്ട സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഒരു ബന്ധം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ദീനിൽ നല്ല ഇൽമുണ്ടാക്കി. പണ്ഡിതന്മാരോടുള്ള സഹവാസം നമുക്ക് ഇൽമിനെ വർദ്ധിപ്പിക്കും. തെളിവാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ബിൻ മസ്ഊദിനൊപ്പം കൂടിയപ്പോൾ എന്ത് ചെയ്തു? ഇൽമു പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു. എത്രത്തോളം എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദുൽ ഖുർആന മിൻ അർബഅ, 4 സഹാബാക്കളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ കേട്ട് പഠിക്കുക. അതിലൊന്ന് മുആദ് ബിൻ ജബൽ, ഉബയ്യ് ബിൻ കഅബ്, സാലിം മൗല അബി ഹുദൈഫ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ 4 സഹാബ, അതിൽ മുആദ് ബിൻ ജബൽ ഉണ്ട്. ആ സ്ഥാനത്തേക്ക് എത്തി. മറ്റൊരു വാളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ബിൻ ജബൽ, എന്റെ ഉമ്മത്തിൽ ഹലാലുകളും ഹറാമുകളും വ്യക്തമായിട്ട് അറിയുന്ന ആള് മുആദ് ബിൻ ജബലാണ്. അത്രയും സ്ഥാനത്ത് ആ സഹാബി എത്തി. അദ്ദേഹത്തിന് ഖന്തക്കിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? ഖന്തക്കിലല്ല,
ഷാമിൽ വെച്ച് പ്ലേഗ് രോഗം ബാധിച്ചിട്ട് തന്റെ 30-ാമത്തെ വയസ്സിലാണ് സഹാബി വഫാത്താകുന്നത്. 30-ാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട്. 18-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 30-ാമത്തെ വയസ്സിൽ വഫാത്തായി. പ്ലേഗ് രോഗം ബാധിച്ചിട്ട് ഷാമിൽ വെച്ചാണ് വഫാത്താകുന്നത്. ആ സഹാബി പറയാണ്, കുന്തു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിമാരിൻ. ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ കഴുതപ്പുറത്ത് പിറകിലിരിക്കുകയായിരുന്നു. അള്ളാന്റെ റസൂല് യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആരെങ്കിലും പിറകിലിരുത്തും. ഏതെങ്കിലും സഹാബി, ചെറിയ സഹാബാക്കള്, വലിയ ആൾക്കാരല്ല, ചെറിയ സഹാബാക്കൾ റസൂല് പിറകിലിരുത്തും. റസൂല് ഹജ്ജിന്റെ സമയത്ത് റസൂല് ഒട്ടകപ്പുറത്താണ്, ഹജ്ജൊക്കെ ചെയ്ത് ഒട്ടകപ്പുറത്താണ്. ഓരോ സമയത്തും ഓരോ ചെറിയ സഹാബാക്കൾ അള്ളാന്റെ റസൂല് മാറി മാറി ഇരുത്തിയിരുന്ന ഒട്ടകപ്പുറത്ത്. ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യും? ആരെങ്കിലും കൂടെ കൂട്ടും അള്ളാന്റെ റസൂല്. കാരണം അള്ളാന്റെ റസൂൽ എന്ത് ചെയ്യില്ല, ഓരോ നിമിഷവും സഹാബാക്കൾ നോക്കിയിരിക്കണം. ആ ജീവിതം ഉമ്മത്തിന് എത്തിക്കണ്ടേ? അള്ളാന്റെ റസൂലിന്റെ ജീവിതം ഈ ഉമ്മത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് സഹാബാക്കളുടെ ദൗത്യമാണ്. അതിനുവേണ്ടി അള്ളാഹു അവരെ തെരഞ്ഞെടുത്തത്. ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സ്ഥാനം സുഹബത്താണ്, സഹാബാക്കളാണ്. അത് വലിയ സ്ഥാനമാണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ അള്ളാഹു നിയോഗിച്ച എല്ലാ പ്രവാചകന്മാർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ഏതാണ്? സഹാബാക്കളാണ്. അവർക്ക് അത്രയും വലിയ സ്ഥാനമുണ്ട്. കാരണം ഈ റസൂലിൽ നിന്നും ഈ ഉമ്മത്തിലേക്ക് ദീൻ എത്തിക്കേണ്ടത് സഹാബാക്കളുടെ ദൗത്യമാണ്. അള്ളാഹുന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് 1.5 ലക്ഷം സഹാബാക്കൾ ഉണ്ടായിരുന്നു. അവിടെ ഇന്ന് കുറച്ച് ആൾക്കാരെ മദീനത്തുള്ളൂ. ജന്നത്തുൽ ബഖിയയില് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബാക്കിയൊക്കെ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ട്. നാനാഭാഗത്താണ് സഹാബാക്കൾ. ദീനെടുത്തിട്ട് പോയതാണ് അവർ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് സമയത്ത് എന്ത് ചെയ്യും? സഹാബാക്കളെ കൂട്ടും. അതാണ് റസൂലിന്റെ രഹസ്യ ജീവിതം ഒക്കെ സഹാബാക്കൾ കിട്ടുന്നത് ഭാര്യമാരിലൂടെയാണ്. ഭാര്യമാർ അതൊക്കെ എന്തുണ്ട്? ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. രഹസ്യ ജീവിതം മുഴുവൻ എങ്ങനെയായിരുന്നു, ഏത് രീതിയിലായിരുന്നു, എല്ലാം സഹാബാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യമാര്. പുറത്തുള്ള ജീവിതം സഹാബാക്കളും പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒന്നും ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ റസൂല് സഹാബിനെ കഴുതപ്പുറത്ത് പിറകിലത്തിൽ പോവാണ്. ആ സമയത്ത് ഫഖാല അലി, അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. റസൂൽ ചോദിക്കാൻ മുആദിനോട്, മുആദെ, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയോ? ഹക്ക് എന്താണെന്ന് അറിയോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അതേപോലെ തന്നെ തിരിച്ച് അള്ളാഹുവിന് അടിമകൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അഅലം. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹുവിനും അള്ളാഹുന്റെ റസൂലിനും അറിയാം, എനിക്കറിയില്ല. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അള്ളാഹുവിനോടുള്ള കടമ, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കടമ, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. ഏറ്റവും വലിയ ബാധ്യത അതാണ്. അയ്യഅ്ബുദൂഹു, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ യുശ്രികൂ ബിഹി ഷൈഅ, ഒരിക്കലും ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും അള്ളാഹുവിന്റെ കൂടെ വേറൊരാളെ പങ്കു ചേർക്കരുത്. അത് മനസ്സിന്റെ ആശ്രയമായാലും പോലും. മനസ്സുകൊണ്ട് അള്ളാഹു അല്ലാത്ത വേറൊരാളെ ആശ്രയിക്കാൻ പോലും പാടില്ല. വഹഖുൽ ഇബാദി അലല്ലാഹി, അള്ളാഹുവിന് അടിമകളോട് ചെയ്യേണ്ട കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅദ്ദിബു മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. മുവഹിദീങ്ങൾക്ക് സമാധാനമുള്ള വാക്കാണ്, മുവഹിദീങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വാക്കാണ്. ലാ യുഅദ്ദിബു, അള്ളാഹു ശിക്ഷിക്കാതിരിക്കലാണ്, അള്ളാഹു ശിക്ഷിക്കൂല. മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, ആരാണോ അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാതെ മുവഹിദായിട്ട് മരിക്കുന്നത്, ലാ യുഅദ്ദിബു, അള്ളാഹു അവനെ ശിക്ഷിക്കൂല. ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിന് പറഞ്ഞു കൊടുത്തു. ഫഖുൽതു യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറുൻ നാസ്. അടുത്ത ചോദ്യം, അള്ളാഹുവിന്റെ റസൂലെ, ഞാനിത് ജനങ്ങൾക്ക് സന്തോഷ വാർത്തയായിട്ട് അറിയിക്കട്ടെ? സന്തോഷമല്ലേ മുവഹിദീങ്ങൾക്ക്? കാരണം എന്താ? ഈമാനോടുകൂടി ആ തൗഹീദിൽ വഫാത്തായാൽ ലാ യുഅദ്ദിബ്, അള്ളാഹു ശിക്ഷിക്കൂല. മുവഹിദായിട്ട് മരിച്ചാൽ ദുആ ചെയ്യണം, ഒരു സമയത്തും നഷ്ടപ്പെടാൻ പാടില്ല. ഇസ്തിഖാമത്തിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹ് തന്ന ഭാഗ്യാണ്, അള്ളാഹ് തന്ന ഭാഗ്യാണ്, അള്ളാഹ് തന്ന തൗഫീഖാണ്. ഒരിക്കലും നമ്മുടെ മിടുക്കൊണ്ട് നേടിയെടുത്തതല്ല ഈ തൗഹീദ്. ഇത്രയും ജനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളോടുള്ള ഫദ്ലാണ്, അള്ളാഹുന്റെ ഔദാര്യാണ്. അത് മുറുകെ പിടിച്ചു, ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനുവേണ്ടി ദുആ ചെയ്തു. ആ രീതിയിൽ മരണം സംഭവിച്ചാൽ ലാ യുഅദ്ദിബു മൻ ലാ യുശ്രികു ബിഹി ഷൈഅ, അതൊരിക്കലും ശിക്ഷിക്കൂല. സമയാ?
അപ്പം ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ അറിയിച്ചപ്പോൾ സഹാബി ചോദിക്കാൻ, യാ റസൂലല്ലാഹ് അഫല ഉബശ്ശിറുൻ നാസ്, ഈ സന്തോഷ വാർത്ത ഞാൻ ജനങ്ങളെ അറിയിക്കട്ടെ? ഒരാൾ മുവഹിദായി മരിച്ചാൽ അള്ളാഹു അവനെ ശിക്ഷിക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിറുഹും ഫയത്തകിലു, നീ ഒരിക്കലും ഇത് സന്തോഷ വാർത്ത അവരെ അറിയിക്കരുത്. കാരണം ഫയത്തകിലു, അവർ അതിൽ മാത്രം ആസ്വദിക്കും. മുവഹിദായിട്ട് എന്ത് ചെയ്യും? പിന്നെ അവന്റെ ജീവിതത്തിലൊന്നും കാണാൻ കഴിയില്ല. അവൻ ആ ഒരു വാക്കിൽ ആസ്വദിക്കും. അതിന്റെ അർത്ഥം മുവഹിദായി അതിന്റെ കൂടെ അമലുകളും വേണം. കാരണം ഈമാന്റെ ഭാഗമാണ് എന്ത്? അമല്. അമല് ഈമാനിൽ പെട്ടതാണ്. ഈമാൻ പൂർണ്ണമാകുന്നത് ആ വ്യക്തിയുടെ അമലും കൂടി ചേരുമ്പോഴാണ്. അത് ഒരു വിഷയമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആഴ്ച വിശദീകരിക്കും. അപ്പൊ ഇദ്ദേഹം ആദ്യത്തെ ബാബിൽ കൊണ്ടുവന്ന ഹദീസും ആയത്തുകളാണ് ഈ പറയുന്നത്. പക്ഷേ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ വിഷയങ്ങൾ, തൗഹീദുമായി ബന്ധപ്പെട്ട, ശിർക്കുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റും പാപങ്ങളും കുറവുകളും പിഴവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.